ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പടം മെഴുക്ക് പുരട്ടിയാണ്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്, വെറൈറ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 6 പപ്പടം എടുത്തിട്ടുണ്ട്. അത് ആദ്യം രണ്ടായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം 4ആയിട്ട് മുറിച്ച് അതിനെ ചെറിയ ചെറിയ പീസായിട്ട് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ചോറിനും കഞ്ഞിക്കും ഒക്കെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഈ പപ്പടം ഒന്ന് വറുത്തെടുക്കണം. ഒരു പാനിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ട്രിപ്പായിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ. സാധാരണ പപ്പടം കാച്ചുന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ അങ്ങ് മാറും. ആദ്യത്തെ ട്രിപ്പ് നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അതിങ്ങ് കോരി മാറ്റാം. ഇനി ബാക്കിയും കൂടെ നമുക്ക് വറുത്തെടുക്കണം. ഞാൻ ഈ മെഴുക്ക് പുരട്ടി ഈ പാനിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് കൊച്ചുള്ളിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ചതച്ചിട്ട കൊച്ചുള്ളി, അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, അത് ഈ ഉള്ളിക്ക് വേണ്ട ഉപ്പ് മതി. പപ്പടത്തിന് ഉപ്പുണ്ടല്ലോ, കുറച്ച് ഉപ്പിട്ടാൽ മതി. ഒരുവിധം ഒന്ന് വാടി കഴിയുന്ന ഉടനെ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ പപ്പടം ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാൻ വെച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇടാം. ഈ രീതിയിലൊന്നാക്കി കഴിയുമ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടും. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള പപ്പടം മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് അമ്പഴങ്ങ വെച്ചുള്ള ഒരു ഒഴിച്ചുകറിയാണ്. ഇത് 4 പഴുത്ത അമ്പഴങ്ങ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെ, നല്ല പുളിയുള്ളത്, അതുകൊണ്ട് 4 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. പുളി കുറവാണെങ്കിൽ നിങ്ങൾ അമ്പഴങ്ങയുടെ എണ്ണം കൂട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ പിഴുപുളി ചേർക്കുകയോ ചെയ്യണം. 4 കാന്താരി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി 1/4 കപ്പ് തേങ്ങ തിരുമിയതും 8 കൊച്ചുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, അല്പം വെള്ളം ഒഴിച്ച് നല്ല തരിയൊന്നുമില്ല നല്ല പോലെ അരച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് കുറച്ച് കുറുകിയതിന് ശേഷം മതി നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ഇടുന്നത്. ഇനിയിപ്പോൾ ഇത്രയും കുറുകിയിട്ടുണ്ട്, നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ആ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ അമ്പഴങ്ങ ഒഴിച്ചുകറി റെഡിയായിട്ടുണ്ട്. വലുതായിട്ട് തിളയ്ക്കേണ്ട, ചെറിയ രീതിയിലൊന്ന് തിളച്ചാൽ മതി. ഇനി നമുക്കിതിന് കടുക് വറുത്ത് ചേർക്കാനുണ്ട്. ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവായും ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 5 കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും 2 വറ്റൽമുളകും, അത് മൂത്ത് വരുന്ന സമയത്ത് ആവശ്യത്തിന് കറിവേപ്പില, ഒരു കളറിന് വേണ്ടി അല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ആ മുളക് പൊടിയെല്ലാം ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്കത് നേരത്തെ തയ്യാറാക്കി വെച്ച ആ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കൂർക്ക മെഴുക്ക് പുരട്ടിയാണ്. അത് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂർക്ക പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെ 2 മിനിറ്റിൽ, അതുമൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം. ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ ഇതിനൊപ്പം ഞാൻ ചീരത്തോരനാണ്, നല്ല പട്ടി ചീര, നമ്മുടെ വീട്ടിലുണ്ടായ ചീരയുടെ തോരനാണ്. ചീരത്തോരനുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ആ വീഡിയോ ഒന്നും ഇടാത്തത്. ഇനി നമുക്ക് എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. കുത്തരി ചോറുണ്ട്, പപ്പടം മെഴുക്ക് പുരട്ടിയുണ്ട്, ചീരത്തോരനുണ്ട്, കൂർക്ക മെഴുക്ക് പുരട്ടി, അതുപോലെ തേങ്ങാക്കൊത്തിട്ട് വെച്ച നാടൻ ചിക്കൻ കറി, അത് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുപോലെ നമ്മൾ തയ്യാറാക്കിയ അമ്പഴങ്ങ ഒഴിച്ചുകറി, തൈരും
ഒരു കാന്താരി മുളകൊക്കെ വെക്കുന്നുണ്ട്. നല്ല ഒരു കോമ്പിനേഷൻ ആയിരുന്നു എല്ലാം കൂടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.